ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ പരിപാടിയൊന്നുമില്ല, ചുമ്മാ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് നമുക്കിനി നാളെ സാറ്റർഡേ അല്ലേ. അപ്പോൾ നാളെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇതെന്താ പുറത്തത് രാവിലെ ചന്ദ്രൻ പോയില്ലേ? പഴയ ചന്ദ്രൻ തിരിച്ചു വന്നെന്നാണ് തോന്നണേ. ഇതെന്താ ഇത്? അത് കാണാൻ പറ്റുന്നില്ലല്ലോ ക്ലിയർ ആയിട്ട്. നമുക്കിതെങ്കിൽ ഗണ്ണെടുത്തങ്ങ് സ്കോപ്പ് ചെയ്ത് നോക്കാം. എന്താ അത് കാണാൻ ഒരുമാതിരി എർത്ത് പോലെ ഉണ്ടല്ലോ ഗൈസ്. ഇതാ പച്ചപ്പ്, നീല വെള്ളം. അപ്പം നമ്മൾ എർത്തിലല്ലേ ഇപ്പോൾ? എങ്കിൽ നമുക്ക് ഒന്നും കൂടെ നോക്കാം ഗൈസ്. എനിക്കൊരു സംശയം, അത് എർത്ത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കാർ എടുത്ത് നേരെ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ മറ്റേ കാറ് നമ്മൾ റെഡിയാക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റെഡിയാക്കാൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടി, പക്ഷെ നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട്. അതിനെക്കാട്ടി മുമ്പേ നമുക്ക് നേരെ വണ്ടി എടുത്ത് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഒന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. അപ്പോൾ നമ്മളൊന്ന് റിക്കവർ ചെയ്ത് വരികയായിരുന്നു. ഹെലികോപ്റ്ററൊക്കെ പോയിട്ട് ഇവന്മാർക്ക് കണ്ണ് കണ്ടുകൂടെ? എന്തുവാടെ ഇത് നമ്മുടെ സൂര്യനാണോ ചന്ദ്രനാണോ മൂണാണോ സൂര്യനാണോ ചന്ദ്രനാണോ എർത്താണോ എന്ന് അറിഞ്ഞുകൂടെ? അമ്മാതിരി രീതിയിലാണല്ലോ നിൽക്കണേ. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടെ ഗൈസ്. എന്തായാലും എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ പോവും. നമുക്കിൻ്റെ പരിഹാരം ഇന്ന് തന്നെ കാണാം. അപ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേ ഇല്ലേ? നിങ്ങളിരുന്ന് എൻ്റെ വീഡിയോ കണ്ട് പൊളിക്കിച്ചില്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കത്തിച്ചങ്ങ് വണ്ടി വിടാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാൻ. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രൈവറ്റ് ജെറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാതെ അതുമില്ലാതെ എല്ലാവരും അടുത്ത ഏത് വണ്ടിയും ഏത് കളറും നമ്മുടെ ഈ കാറിന് അടിക്കണമെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ വാങ്ങേണ്ടക്കാർക്ക് എണ്ണം വാങ്ങും ഗൈസ്, അത് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എർത്തിനെ തപ്പിപ്പോകും. എർത്തിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പുള്ളി ചെയ്ത് നമ്മുടെ എർത്തിനെ താഴോട്ട് കൊണ്ടുവരും. നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട്. എൻ്റെ ഇളിക്കൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള, അത് വേറെ കാര്യം. ഇന്നതിനും കുഴപ്പമില്ല, നമുക്കിത് ഏറ്റവും ഫ്രണ്ടിലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യണ കാണണമെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പുള്ളി ചെയ്തിട്ട് വലിക്കണ്ട കേട്ടോ, അങ്ങ് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബിന് അടിച്ചിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഇന്ന് 170 അടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേര് റിവീൽ ചെയ്യും. അതെ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ റിവീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇന്ന് 670 ഇന്നടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. 670 അടിക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യാം. വായിൽ കയറാൻ പറ്റും. കയറിയടാ, കയറി ഞാൻ. നമ്മുടെ ഒരു പങ്കായ ഒടിഞ്ഞ്. 4 എണ്ണം ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ കുറേ സ്ലിപ്പാവുന്നുണ്ട്. എർത്തിൻ്റെ വായതുകൊണ്ടല്ലേ ഗൈസ്, അവൻ പല്ല് വയ്ക്കാറില്ല എന്ന് തോന്നുന്നു. What's that, bro? Go. എന്ത് പറയാനാടേ, മാറി ഓർഡർ. ഇതെന്താ അവിടെ ഇരിക്കണെന്തോ? എന്താ റേഡിയേറ്ററാ? എടാ ബോംബ്! ഈ ബോംബ് ഇതിവിടെ നിന്ന് പൊട്ടിയാൽ നമ്മളെ എർത്ത് ഡിസ്ട്രോയ് ആവുമോ? എങ്ങനെയാണ് എനിക്കറിഞ്ഞോണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിവിടെ നിന്ന് പൊട്ടിയാൽ നമ്മളെ എർത്ത് ഡിസ്ട്രോയ് ആവുമായിരിക്കും. എന്തോ പച്ച സ്മോക്ക് പർപ്പിൾ സ്മോക്ക് അടിക്കണേ. എനിക്കറിയാൻ പാടില്ല കേസ്, പർപ്പിൾ സ്മോക്ക് അടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഐ ഡോണ്ട് നോ. അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലും അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. നമുക്ക് നേരെ അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം, അതാണ് നല്ലത്. അപ്പോൾ എന്ത് ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? അകത്ത് കയറി നോക്കാം. അയ്യോ അമ്മേ, അയ്യോ ഇതെന്താ ഇത്?
മച്ചി അയ്യോ, ഇങ്ങനെ ഇട്ടാലേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. അപ്പം ഇത് മഞ്ഞളടാ. വാട്ട് ഹാപ്പൻഡ് ബ്രോ? ഇത് ലോസ് ആൻജോസ് തന്നെയാണ്, പക്ഷെ മഞ്ഞാണ്. അപ്പം അത് നമ്മുടെ ഇതൊക്കെ ലോസ് ആൻജോസിന് മഞ്ഞാണ്. ഇപ്പോൾ മഞ്ഞക്കാലം ഡിസംബറിലായിരുന്നു ടൈം ട്രാവൽ ചെയ്തത് നമ്മൾ. അപ്പോൾ ഇത്ര കൂട്ടുകാർക്ക് നമ്മുടെ സായിപ്പോപ്പി അറിയാൻ താഴെ കമൻറ്റ് സായിപ്പോപ്പി മച്ചാനെ അറിയാത്ത എല്ലാവരും ഇപ്പം തന്നെ സായിപ്പോപ്പിയുടെ അറിയാത്തവരും കാണൂലെങ്കിലും അറിയാത്ത വല്ല ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കും സായിപ്പോപ്പിയുടെ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നവരെ എല്ലാവർക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷിൻചാനുണ്ട് നമ്മുടെ ഷിൻചാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഷിൻചാൻ നമ്മുടെ ഇതിന് പോയതായിരുന്നു അവൻ്റെ സ്കൂൾ ട്രിപ്പിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും വെരി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ടാറ്റാ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ടാറ്റാ, ലവ് യു ആൻഡ് ബൈ.